ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെയുള്ള കുറേ കാര്യങ്ങളുമായിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ എണീച്ചു ഒറോട്ടിയൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത്, ഇന്നലെ വൈകിട്ട് ചിക്കൻ കറി ആയതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത് കുറച്ച് ഇപ്പോൾ ചിക്കൻ കറി ബാക്കിയുള്ളത് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇച്ചിരി ഒറോട്ടി ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറിയും ഒറോട്ടിയും ചിക്കൻ കറിയായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് രാവിലെ സ്കൂളിൽ പോകണം, മോളുടെ ഹൗസ് മീറ്റിംഗ് ആണ്. അപ്പം രാവിലെ തന്നെ ഒറോട്ടി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം അതങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് ഏകദേശം 9 മണി ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ അതിനുള്ളിൽ ഒറോട്ടി ഉണ്ടാക്കി ഇറച്ചിക്കറിയും ചൂടാക്കി, പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു തലേന്നത്തത്, അതൊന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ തലേന്ന് ചൂടാക്കി വെച്ചാൽ എന്നാലും രാവിലെ ചൂടാക്കിയില്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ ചിലപ്പോൾ വളിച്ചു പോകും. മുളക് കറി ആണെങ്കിൽ പോലും വളിച്ചു പോകും, അപ്പം ചീത്തയായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊന്ന് രാവിലെ ചൂടാക്കിയിട്ട്, പിന്നെ ഉച്ചയ്ക്കുള്ള ചോറ് കലത്തിനകത്തോട്ടിട്ട് വേവിച്ച ചോറുണ്ടായിരുന്നു, വെള്ളവും ഉപ്പ് ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അതും തിളപ്പിച്ചൊന്ന് അടച്ചിട്ടേക്കും. അപ്പം പിന്നെ വെള്ളവും തിളപ്പിച്ച് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ നമ്മുടെ ജോലി ഒരുവിധം ഒതുങ്ങി. പിന്നെ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചു കൂടാമെന്ന് കരുതി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, ഫ്രൂട്ട്സും കാര്യങ്ങളും പലചരക്കും ഒക്കെ വാങ്ങിക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് തന്നെ കുറേശ്ശെയൊക്കെ വാങ്ങിച്ച് വെക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ പ്ലാനിങ്ങിലാണ് ഞാൻ ഇന്ന് പിന്നെ മോളെയും കൊണ്ട് സ്കൂളിലോട്ട് പോയത്, മീറ്റിങ്ങിന് പോയത്. പിന്നെ സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ പറഞ്ഞ ചോറും മീൻകറിയൊക്കെ കൂട്ടി സലാഡും പപ്പടവും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടി. അതിന് ശേഷം പിന്നെ അത്താഴത്തിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം കറിയെല്ലാം തീർന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഉമ്മ മീൻ വാങ്ങിച്ച് കറിയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അത്താഴം ചോറില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇച്ചിരി ചിക്കനും കൂടെ എടുത്ത് കറി വെച്ചിട്ട് പൊറോട്ട ആക്കാമെന്ന് കരുതി. അപ്പം രാത്രിയിലത്തെ ചിക്കൻ കറിയാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉച്ചക്കലത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. നേരെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിലോട്ട് പോവാണ്. ഇന്നിപ്പം മോള് ചിക്കൻ കറി ഉണ്ടാക്കാനൊന്നും വൈകുന്നേരം വന്നൊന്നുമില്ല. നമുക്ക് കുറേ ഈ ക്രാഫ്റ്റ് വർക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുമായിട്ട് അങ്ങ് പോയി, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങ് പോയി. പിന്നെ കുറച്ച് നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. മോൾ ഇന്ന് സ്കൂളിൽ പോകാത്തതിൻ്റെ കുറേ നോട്ട്സൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. പിന്നെ മോനാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, കുറച്ച് 2-3 ദിവസം കൊണ്ട് പനിയാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ റെസ്റ്റില്ല, പനി മാറാനുള്ള റെസ്റ്റിലായതുകൊണ്ട് മോൻ അങ്ങനെ അപ്പം 2 ദിവസം കൊണ്ട് സ്കൂളിൽ പോകുന്നില്ല. മോഡൽ എക്സാം നടക്കുവാണ്, പക്ഷേ അവന് പനി ആയതുകൊണ്ട് സ്കൂളിൽ പോകാതെ റെസ്റ്റ് എടുക്കുവാണ്. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ 2 പേരും ഒരേ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് മോളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ മോനെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 പേരുടെയും കാര്യം നമുക്ക് തിരക്കിട്ട് വരാൻ പറ്റും. അടുത്തൊന്നുമില്ല, അവർക്ക് ചൊവ്വാഴ്ച ആനുവൽ ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പഠിക്കാനൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ അത് കാരണം പോയില്ല. പിന്നെന്താണ്, അങ്ങനെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മത്തിക്കറിയും പിന്നെ സലാഡും ഒക്കെ ഉണ്ടാക്കി പപ്പടവും പൊരിച്ചൊക്കെ കഴിച്ചു. അപ്പം അത്താഴത്തിന് ചോറില്ല, ചോറിരിപ്പുണ്ട്. എന്നാലും എല്ലാവർക്കും കൂടെ ഞങ്ങൾ 4-5 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ നിരപ്പാത്തോണ്ട് ഞാൻ പൊറോട്ട വാങ്ങിക്കാം. പൊറോട്ട വാങ്ങിക്കാം. ഇറച്ചിക്കറിയും വെക്കാം. ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടേക്കുന്നത്. എന്നാൽ ഇതൊന്ന് അരിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാണ്ട് പൊന്നോ കണ്ണിരിഞ്ഞിട്ട് വയ്യല്ലോ. ഇതേ ഞാനിവിടെ കഴിഞ്ഞ ആഴ്ചയല്ലേ വന്നപ്പോഴത്തേക്ക് കുറേ സവാളയൊക്കെ കിളിപ്പ് വന്ന് കിടന്നു, സവാളയും കൊച്ചുള്ളിയൊക്കെ. അത് ഞാൻ പ്രത്യേകം മാറ്റിയിട്ടിരുന്നു. എന്നിട്ട് ഇന്ന് ഞാൻ അതെടുത്ത് ഈ നമ്മുടെ പഞ്ചായത്തിൻ്റെ വകയായിട്ടാണ് കുറേ ചട്ടി, 10 ചട്ടിയോളം ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയായിരുന്നു. അപ്പോൾ അത് മുട്ടച്ചട്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മണ്ണും ഗ്രാവലും ഒക്കെ നിറച്ച് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ ഇന്നിപ്പോൾ ചെയ്ത് വെച്ചിട്ട് പോയതാണ്. അതിൽ പുല്ലും കയറി കിടക്കും. അതിപ്പം പരിസരം എല്ലാം വൃത്തിയാക്കിയപ്പം അതിൽ നിന്ന് പുല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഈ മുളച്ച് സവാള, കൊച്ചുള്ളി, ഇഞ്ചി ഇതെല്ലാം കൊണ്ടുവന്ന് നട്ട്. എന്തിനാണെന്നറിയാവോ, അത് കിളിച്ച് വരുവാണെങ്കിൽ അതിൻ്റെയൊക്കെ തണ്ടെടുത്താലേ നല്ലതല്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമല്ലോ അതുപോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാം നട്ട്. ഇന്ന് വൈകുന്നേരം അതൊക്കെ ഇരുന്ന് നട്ട് എല്ലാം റെഡിയാക്കി. ഇൻഷാ അല്ലാഹ് എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒന്നും ആകാത്തതുകൊണ്ട് ആകെ പ്രശ്നം. കണ്ടോ, വെട്ടം കിട്ടാൻ വേണ്ടി സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ചാൽ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? പിന്നെ വെള്ളം അങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടി ഇത് കട്ടിംഗ് ബോർഡും വെച്ചിട്ട്
ചെയ്യണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, പിന്നെ ഇന്നലെ ബൾബ് അടിച്ച് പോയായിരുന്നു. അപ്പോൾ ബൾബ് മാറ്റിയിട്ടത് കൊണ്ട് കുറച്ചും കൂടെ ഒക്കെ വെട്ടമുണ്ട്. ഇന്ന് അടിച്ചെടുക്കാം. ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ട് അരയ്ക്കാം. പക്ഷേ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുമ്പോൾ കൈയെല്ലാം പോയി. അതുകൊണ്ട് ഞാൻ പച്ചമുളക് അരയ്ക്കത്തില്ല. നമുക്ക് സവാള അരിയാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ മെഷീൻ കേടായിരിക്കുമായിരുന്നെന്ന്. അപ്പം അത് എന്തായാലും എനിക്ക് നന്നാക്കാൻ കൊണ്ടുപോകാൻ പറ്റി. എനിക്ക് നന്നാക്കി കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് വലിയ സന്തോഷമുണ്ട്. മറ്റേത് ഞാൻ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുരിദാറും അതും ഇതുമൊക്കെ തയ്ക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് മെഷീൻ ശരിയാക്കി കിട്ടിയപ്പോൾ തന്നെ ഞാനിവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. എൻ്റെ പഴയ കുറേ നൈറ്റികളുണ്ട്, അപ്പോൾ അതൊക്കെ വെട്ടി പാവാടയാക്കാൻ വിചാരിച്ച്. അപ്പം അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു നൈറ്റി വിട്ട് ഞാൻ പാവാടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് പിന്നെ എന്തെങ്കിലും എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഇട്ടതിൻ്റെയൊക്കെ കറകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തങ്ങ് പൊയ്ക്കോട്ടെന്ന് കരുതിയാണ്. നല്ല തുണി തയ്ക്കാൻ വെച്ചേപ്പോണ്ട് ചുരിദാർ. അപ്പോൾ അത് ഇൻഷാ അള്ളാ ഇനി തയ്ക്കണം. ഇതിവിടെ തുമ്മ അരിഞ്ഞിട്ട് തൊലി മാത്രം എടുത്ത് കറി വെച്ചിട്ട് ബാക്കി ഒരു ബൗളിനകത്താക്കി വെച്ചിരുന്നതാണ്. ഞാൻ വിചാരിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചെടുക്കുക. എനിക്കിങ്ങനെ ഒരുപാടൊന്നും വേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇപ്പം അരിഞ്ഞതാണെങ്കിൽ നമ്മൾ കളയുക, പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കഴിവതും ഉപയോഗിക്കുക. ഈ പച്ചമുളക് കണ്ടിക്കാം. എന്തായാലും ഇവിടെ നിന്ന് വൃത്തിയാക്കിയേക്കാം. സ്റ്റൗവിൻ്റെ പുറവേ ഓക്കെ. ഇതെല്ലാവരും നമുക്ക് ഇട്ട് കൊടുത്തങ്ങ് വഴറ്റാം. അതായത് നമ്മൾ ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ആ സവാള ചെറിയ കഷ്ണങ്ങളാക്കിയതും തക്കാളിയും പച്ചമുളക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. തക്കാളി 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞിട്ട് നമ്മൾ ചട്ടിക്കകത്തിടുക. ഒന്നും താളിക്കുകയോ മൂപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ അതിനകത്തോട്ട് ഇടുക. ഉപ്പിടുക, വെളിച്ചെണ്ണ ഒഴിക്കുക, അങ്ങോട്ട് മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കുക. പിന്നെ തക്കാളിയും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കത്തില്ല. പിന്നെ നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് വേവിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് അങ്ങോട്ട് കഴുകിയെടുത്ത് എല്ലാം അത് സെറ്റാക്കി അവിടെ വെക്കുക. അപ്പോഴേക്കും അത്രയും നേരം കൊണ്ട് ഏകദേശം നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും ഒന്നും വഴഞ്ഞു വരും. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഓൾറെഡി വെള്ളത്തിൽ കിടന്നങ്ങ് വെന്തങ്ങുമല്ല, അല്ലാതങ്ങ് വെന്തോളും. പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കുക. പേസ്റ്റ് ഒരുത്രൊന്നും ആക്കണ്ട. ഇനി നമ്മൾ കല്ലിലിട്ട് ഇടിച്ചാണെങ്കിൽ അങ്ങനെയും മതി. അതാണ് ടേസ്റ്റ്. നമ്മൾ രസത്തിലൊക്കെ വെക്കുന്ന പോലെ കല്ലിലിട്ടൊന്ന് ഇടിച്ചിട്ടാണ് വെക്കുന്നതെങ്കിൽ അത് സൂപ്പറാണ്, ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പൊടിത്തരങ്ങളൊക്കെ ചേർക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രത്യേകമായിട്ടൊരു പൊടിത്തരം ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ മസാലയാണ്. ഞാനിപ്പോൾ ഇന്ന് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ടുള്ളൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പൊടിത്തരങ്ങൾ ഇടുന്നതിന് മുമ്പായിട്ട് ഇഞ്ചി, വെളുത്തുള്ളിയും കൊച്ചുള്ളി അരച്ചിട്ട് കൊടുക്കുക, വഴറ്റുക. അതിനുശേഷം നമ്മൾ ചിക്കൻ മസാല ഇടുന്നെങ്കിൽ നമ്മുടെ കയ്യിലളവിലുള്ള പൊടിത്തരങ്ങളെല്ലാം ഇട്ടതിന് ശേഷം മാത്രമേ ചിക്കൻ മസാല ഇടുന്നുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ ചിക്കൻ മസാല മാത്രം ഇട്ടൊന്നുമല്ല ഞാൻ കറി വെക്കുന്നത്, നമ്മൾ കുറച്ചിടും, അത്രയേ ഉള്ളൂ. അപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും മതി. നന്നായിട്ട് വഴറ്റുക. വഴറ്റുമ്പോഴത്തേക്കിന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചിക്കൻ മസാല ഇടുക. ഞാൻ എപ്പോഴും ചെയ്യുന്ന ചിക്കൻ കറിയുടെ ഓർമ്മയ്ക്കാണ് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ചിക്കൻ്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് ചിക്കൻ മസാലയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 2.5 സ്പൂൺ എടുത്ത് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ സ്പൂണിലെടുത്തൊന്നും അല്ലല്ലോ ഇട്ട് കൊടുക്കുന്നത്, ഒരു കൈയളവിന് അങ്ങ് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി എണ്ണയൊക്കെ ഒഴിച്ച് വഴറ്റിയെടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ വഴറ്റിച്ച് എടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. നമുക്ക് എന്തോരം വെള്ളം വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക.
എന്നിട്ട് അതൊന്ന് കാഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ കറി പിന്നെ അങ്ങോട്ട് തിളച്ച് വറ്റി എടുത്താൽ മതി. കുറച്ച് ഗരം മസാലകൾ ഇട്ട് കൊടുക്കണം കേട്ടോ, ആ ഒരു സ്മെല്ലിനും മണത്തിനും. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിളച്ച് വറ്റിയൊക്കെ വരട്ടെ. പിന്നെ നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ 3 എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാനതൊന്നും ഇടുന്നില്ല. ഇല്ലാതെയും വെക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മല്ലിയില എൻ്റെ കയ്യിലില്ല, പിന്നെ കറിവേപ്പിലയില്ല, പിന്നെ പുതിനയുണ്ട്. പുതിന ഞാൻ പിന്നെ വെളിയിൽ പോയി പിച്ചിക്കൊണ്ട് വരണം. അത് കാരണം ഞാൻ അങ്ങ് മടിച്ചു, പുതിനയും വേണ്ടെന്ന് വിചാരിച്ചു. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പുതിന, അതും വേണ്ട. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ചെറിയ കറിവേപ്പിൻ്റെ തൈ ഉണ്ട് കേട്ടോ. അത് പിന്നെ അതിൽ നിന്ന് നമ്മളിപ്പോൾ ഇല പിച്ചി കഴിഞ്ഞാൽ ഒന്നാമത് ഒരു ഇച്ചിരിക്കോളം കിളിച്ച് മേളിലോട്ട് വന്ന് നിൽക്കുക. അതിൽ നിന്ന് ഇല പിച്ചാൻ തോന്നത്തില്ല, പാവം അത് അവിടെ നിന്നോട്ടെന്ന് വിചാരിച്ച്. പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് ഞാൻ. എന്നിട്ട് ഞാൻ അങ്ങ് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയതിന് ശേഷവും എന്തായാലും അത് വാടിയും കരിഞ്ഞൊന്നും പോയിട്ടില്ല, പുതിനയും പോയിട്ടില്ല, കറിവേപ്പിൻ്റെ തൈയും പോയിട്ടില്ല എന്തായാലും. പിന്നെ ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ടിട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒരുവിധമൊക്കെ ഒന്ന് വളർത്തിക്കൊണ്ട് വരുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൃഷി, അതായത് ചെടി കൃഷി, അതുപോലെ അങ്ങനെ ഓരോ തരം പപ്പര, വാഴ, ഇങ്ങനെയൊക്കെയുള്ള കൃഷിയൊക്കെ എനിക്ക് കൃഷി ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെടി വളർത്തുന്നത് ഇഷ്ടമാണ്. കുറ്റിച്ചെടിയാണെങ്കിലും പൂ പിടിക്കുന്ന ചെടിയാണെങ്കിലും ഒക്കെ എനിക്കിഷ്ടമാണ്. ഇതൊക്കെ പണ്ടേ ചെറിയ പ്രായത്തിൽ എവിടുന്നെങ്കിലുമൊക്കെ ഞാൻ കമ്പൊക്കെ കൊണ്ടുവന്ന് കുത്തി വെച്ച് കിളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ തിളച്ച് വറ്റി വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. അപ്പോൾ പൊറോട്ടയും വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് പൊറോട്ടയും ചിക്കൻ കറിയും കൂടെ കൊടുക്കുക. അപ്പോൾ പൊറോട്ട കിട്ടിയപ്പോൾ തന്നെ പിള്ളേർക്ക് ഇപ്പം തന്നെ വേണമെന്നുള്ള ഒരു ഇത് നിൽക്കുകയാണ്. 2 പേര് അടുക്കളയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞാനെന്നാൽ അവർക്ക് ഫുഡ് കൊടുക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബൈ.